ഇപ്പോൾ തിരച്ചിലിന്റെ ഏറ്റവും ശുഭപ്രതീക്ഷയുള്ള നിമിഷങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. സിജു കണ്ണൻ വിവരങ്ങളുമായി ചേരുകയാണ്. സിജുവിനൊപ്പം ലോറിയുടെ ഉടമയായ മനാഫൊക്കെ ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഞാൻ ഒട്ടും സമയം കളയുന്നില്ല, സിജു പറയാം. അഞ്ജന, ഈ ഡീപ് സെർച്ച് മെറ്റൽ ഡിറ്റക്ടർ ഉപയോഗിച്ചുള്ള പരിശോധന തുടങ്ങുമ്പോൾ വളരെ പ്രധാനപ്പെട്ട സിഗ്നലുകളാണ് ഇവിടെ നിന്ന് ലഭിച്ചു എന്ന് പറയുന്നത്. ആദ്യം ഒരു സിഗ്നൽ ലഭിച്ചു, ഒരു മെറ്റൽ സാന്നിധ്യമുള്ള സിഗ്നൽ 8 മുതൽ 10 മീറ്റർ ആഴത്തിൽ ലഭിച്ചു എന്നാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ 2 മറ്റ് സിഗ്നൽ കൂടി ലഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ പരിശോധനയുടെ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ലോറി ഉടമ മനാഫ് കൂടെയുണ്ട്. നേരത്തെ എവിടെ നിന്നാണ് ഇപ്പോൾ ആ സിഗ്നൽ ഇപ്പോൾ ലഭിച്ചത്? സിഗ്നൽ ഞങ്ങൾ പറഞ്ഞ സ്ഥലത്ത് തന്നെ, ആ ഭാഗം തന്നെ. ഈ മൊബൈൽ റേഞ്ച് കിട്ടിയെന്ന് പറഞ്ഞ സ്ഥലത്താണ് അവസാനം. മൊബൈൽ റേഞ്ചിനെ പറ്റിയിട്ട് എനിക്ക് കൂടുതലല്ല, വണ്ടിന്റെ GPS ഉള്ള അതിന്റെ ഒക്കെ ഒരു പരിസരത്ത് തന്നെ അവിടെ. അത് നമ്മളെ വണ്ടിയാണോ എന്നുള്ളത് അറിയില്ല. വണ്ടി വണ്ടിയാണോ, നമ്മൾ ലോറി ആവാനാണ് നമ്മൾ പ്രാർത്ഥിച്ചും കൊണ്ടിരിക്കുന്നത്. പിന്നെ ആംബുലൻസ് കാര്യങ്ങളൊക്കെ സ്റ്റഡി ആക്കി നിർത്തിയിട്ടുണ്ട്. മിലിറ്ററിയുടെ നേതൃത്വത്തിൽ ഇത് പരിശോധന? അതെ, മിലിറ്ററിന്റെ എക്യുപ്മെന്റ് വേറെ എവിടുന്ന് കൊണ്ടുവന്നാണ്, അതിന്റെ വിദഗ്ധന്മാരും വന്നിക്കണേ. നിങ്ങൾ മണ്ണ് മാറ്റണമെന്ന് പറഞ്ഞ അതേ സ്ഥലത്താണ് ഇപ്പോൾ ഈ സിഗ്നൽ ലഭിച്ചിരിക്കുന്നത്. അതെ. അപ്പോൾ നിങ്ങൾ പറഞ്ഞ രീതിയിലേക്ക് കാര്യങ്ങൾ എത്തുന്നുവെന്ന് പ്രതീക്ഷിക്കാവുന്നു. അതെ, മനസ്സിലെ ആ വിശ്വാസത്തിലുള്ളത്. പക്ഷെ പാരലായിട്ട് നമ്മൾ മറ്റേ ഭാഗത്ത്, ഓപ്പോസിറ്റ് ഭാഗത്തുള്ള മണ്ണും JCB എടുത്തും കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പൊ മണ്ണ് നീക്കം ചെയ്യുന്നുണ്ടോ ഈ സിഗ്നൽ ലഭിച്ച ഭാഗത്ത് നിന്ന്? അവിടെ പണി ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ ഭാഗത്തുനിന്ന് മണ്ണ് എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ മിലിറ്ററിനോട് നമ്മൾ പ്രത്യേകം പറഞ്ഞിരിക്കണേ, ബാക്കി ഭാഗത്തും കൂടി പരിശോധിക്കണം എന്നില്ല, അവിടെ വെച്ചിട്ട് നിർത്തരുത് എന്ന് പറഞ്ഞിരിക്കണേ. മെഷീന് കുറച്ച് ഭയങ്കര ഡേഞ്ചറാണ്, കാരണം മലന്റെ ചെരുവ, അപ്പം തന്നെ വലിയ വലിയ കല്ലുകളൊക്കെ ഉണ്ട്, അതിന്റെ മേലെ കൂടി ചാടി കയറി ഇവര് ചെയ്യുന്നുണ്ട്. പിന്നെ അവിടെ ആവശ്യത്തിനുള്ള നമ്മളെ മലയാളികളുണ്ട്, ഇനി ആളുകൾ വരേണ്ട ആവശ്യമില്ല. ശരി അഞ്ജന, ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരം മനാഫ് നൽകുന്നത്. നേരത്തെ GPS സിഗ്നൽ ലഭിച്ചു എന്ന് പറയുന്ന സ്ഥലത്താണ് ഇപ്പോൾ ഒരു സിഗ്നൽ ലഭിച്ചിരിക്കുന്നത്. അത് പൂർണ്ണമായും ലോറിയുടേതാണെന്ന് ഉറപ്പിക്കാൻ കഴിയില്ല. മറ്റു വാഹനങ്ങൾ കൂടി ഇവിടെ നിർത്തിയിട്ടിരുന്ന ഒരു സാഹചര്യമുണ്ട്. അതോടൊപ്പം തന്നെ ഇവിടെയുള്ള പാറക്കല്ലുകൾക്ക് ഒരു അയൺ കണ്ടന്റ് ഉണ്ട് എന്ന് നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട പരിശോധന നടത്തുന്ന വിദഗ്ധർ പറഞ്ഞിരുന്നു. ഏതായാലും പ്രതീക്ഷ നൽകുന്ന ഒരു വിവരമാണ് ഇപ്പോൾ ലഭിക്കുന്നത്. നേരത്തെ GPS സിഗ്നൽ ലഭിച്ചു എന്ന് പറയുന്ന അതേ സ്ഥലത്തിനടുത്തായി ഒരു സിഗ്നൽ ലഭിച്ചു. അതിന് പുറമെ ഇപ്പോൾ 2 സിഗ്നൽ കൂടി ഇവിടെ നിന്ന് ലഭിക്കുന്നു. ഡീപ് സെർച്ച് മെറ്റൽ ഡിറ്റക്ടർ ഉപയോഗിച്ചാണ്, മിലിറ്ററി എഞ്ചിനീയറിംഗ് വിഭാഗത്തിന്റെ ആധുനിക സംവിധാനമുള്ള പരിശോധനാ സംവിധാനം ഉപയോഗിച്ചാണ് ഇപ്പോൾ പരിശോധന നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ചെയ്യാൻ പോകുന്നത് ഈ സിഗ്നൽ ലഭിച്ച ഭാഗത്ത് മണ്ണ് നീക്കം ചെയ്യാനുള്ള ഒരു നീക്കമാണ് നടക്കുന്നത്. ആദ്യം സിഗ്നൽ ലഭിച്ച ഭാഗം പ്രത്യേകം അടയാളപ്പെടുത്തിക്കൊണ്ട് ഇവിടെ നിന്ന് മണ്ണ് നീക്കം ചെയ്യാനുള്ള ഭാഗമാണ് ലഭിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ മണ്ണിനടിയിൽ ലോറി ഇല്ല എന്ന സർക്കാർ ഔദ്യോഗികമായി അറിയിച്ചപ്പോഴും ഈ ഭാഗത്ത് തന്നെ പരിശോധന നടത്തണമെന്ന ആവശ്യമാണ് നേരത്തെ സംസാരിച്ച ലോറി ഡ്രൈവർ മനാഫ് ഉൾപ്പെടെയുള്ള ആളുകൾ ആവശ്യപ്പെട്ടത്. അതിനനുസരിച്ചായിരുന്നു സൈന്യത്തിന്റെ നേതൃത്വത്തിൽ ഇന്ന് പരിശോധനയും മറ്റു കാര്യങ്ങളും. ഏതായാലും വളരെ പ്രതീക്ഷ നൽകുന്ന രീതിയിലുള്ള വിവരങ്ങളാണ് ഇവിടെ നിന്ന് ലഭിക്കുന്നത്. അതുതന്നെയാണ് സിജു സൂചിപ്പിച്ചതുപോലെ വളരെ പ്രതീക്ഷ നൽകുന്ന വിവരങ്ങൾ തന്നെയാണ് ഈ ഒരു ഘട്ടത്തിൽ പുറത്തുവരുന്നത്. മനാഫ് പറഞ്ഞതനുസരിച്ച് നേരത്തെ GPS സിഗ്നൽ ലഭിച്ച അതേ പ്രദേശത്ത്, വണ്ടിയുടെ GPS സിഗ്നൽ രേഖപ്പെടുത്തിയ അതേ പ്രദേശത്ത് തന്നെയാണ് ഇപ്പോൾ ലോഹ സാന്നിധ്യമുണ്ട് എന്ന ഡീപ്പ് മെറ്റൽ ഡിറ്റക്ടറിലെ പരിശോധനയിൽ മനസ്സിലാക്കുന്നത്. അത് സ്വാഭാവികമായും നമുക്ക് വളരെയധികം പ്രതീക്ഷ നൽകുന്നത് തന്നെയാണ്. സിജു തുടരുന്നുണ്ട് എന്നാണ് പ്രതീക്ഷിക്കുന്നത്. സിജു, ഇതിലൊരു ആശങ്ക എന്ന് പറയുന്നത് നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. മലയോട് ഇടിഞ്ഞു കിടക്കുന്ന മലയോട് വളരെ അടുത്തുള്ള ഒരു പ്രദേശത്താണ് ഇപ്പോൾ, ഏറ്റവും സൈഡിലുള്ള ഒരു പ്രദേശത്താണ് ഇപ്പോൾ ഈ സിഗ്നലുകൾ ലഭിച്ചിട്ടുള്ളത്. സ്വാഭാവികമായും അവിടെ മണ്ണ് നീക്കിയുള്ള പരിശോധന അത് തന്നെയായിരിക്കും അടുത്ത ഘട്ടം എന്ന് പറയുന്നത്. ആ ഒരു ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ വീണ്ടും ഒരു മണ്ണിടിച്ചിലോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ? ആ കാലാവസ്ഥ കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ചോദിക്കുന്നത്. നിലവിൽ ആ മഴ ഇവിടെ മാറി നിൽക്കുകയാണ്. നേരത്തെ മഴയുണ്ടായിരുന്നു. ഏതായാലും ആ മലയോട് ചേർന്നുള്ള ഭാഗത്താണ് ഈ നിലവിൽ പറയുന്ന പരിശോധന നടത്തി സിഗ്നൽ ലഭിച്ച ഭാഗം. ആ ഭാഗത്ത് വളരെ സൂക്ഷ്മതയോടുകൂടി മണ്ണ് മാറ്റേണ്ട ഒരു സാഹചര്യമാണുള്ളത്. കാരണം മലയോട് ചേർന്ന് നിൽക്കുന്ന ഭാഗമായതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധയോടുകൂടി പരിശോധന നടത്തണം, മണ്ണ് നീക്കം ചെയ്യണമെന്നുള്ളതാണ്. അത് നേരത്തെ മനാഫ് സൂചിപ്പിച്ചിരുന്നു. അതോടൊപ്പം തന്നെ അധികൃതരും സൂചിപ്പിച്ചിരുന്നതാണ്. മലയുടെ ഒരു അടിവാരം എന്ന് പറയുന്ന ഭാഗത്താണ് ഈ മണ്ണ് കൂടുതലായി ഇപ്പോൾ അടിഞ്ഞു കിടക്കുന്നത്. ആ ഭാഗത്താണ്
സിഗ്നൽ ലഭിച്ചത്. നേരത്തെ GPS സിഗ്നൽ വാഹന നിർമ്മാതാക്കൾ നൽകിയ ആ സ്ഥലത്തിനടുത്തായി തന്നെയാണ് നിലവിൽ ഇപ്പോൾ ഈ സിഗ്നൽ ലഭിച്ചിരിക്കുന്നത്. ഏതായാലും ആ ഭാഗത്തേക്ക് മണ്ണ് നീക്കം ചെയ്യാൻ, വളരെ ശ്രദ്ധയോടുകൂടി മണ്ണ് നീക്കം ചെയ്യാനുള്ള ശ്രമമായിരിക്കും ഇപ്പോൾ ആരംഭിക്കുന്നത്. ഏതായാലും ആ മഴ മാറി നിൽക്കുന്നു. കാലാവസ്ഥ അനുകൂലമായി മാത്രമേ മറ്റ് തിരച്ചിലുമായി ബന്ധപ്പെട്ട മറ്റ് കാര്യങ്ങൾ വളരെ സുഗമമായി നടക്കൂ എന്നുള്ളതാണ്. വലിയ മഴ കഴിഞ്ഞ മണിക്കൂറുകളിൽ ഇവിടെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അല്പസമയം മഴ മാറി നിൽക്കുന്നുണ്ട്. ഏതായാലും ഇത് വാഹനത്തിന്റെ ഒരു സിഗ്നൽ ആണോ എന്ന് പൂർണ്ണമായും ഉറപ്പിക്കാൻ കഴിയില്ല. അവിടെ നിരവധി വാഹനങ്ങൾ നിർത്തിയിട്ടിരുന്നു. അർജന്റ് വാഹനത്തിന്റെ സിഗ്നൽ ആണോ എന്ന് പൂർണ്ണമായും ഉറപ്പിക്കാൻ കഴിയില്ല. അല്ലെങ്കിലും മറ്റേതെങ്കിലും വസ്തുക്കളുമായി ബന്ധപ്പെട്ട സിഗ്നൽ ആണോ എന്ന് ഉറപ്പിക്കാൻ കഴിയില്ല. ഏതായാലും തുടർ പരിശോധനകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ പരിശോധനയുമായി ബന്ധപ്പെട്ട് അടുത്ത മണിക്കൂറുകളിൽ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകും. അഞ്ജന, അടുത്ത 1 മണിക്കൂർ ഏറ്റവും നിർണായകമായ ഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. കാരണം നമ്മുടെ ഇത്രയും ദിവസം നീണ്ട ഒരു പരിശോധന, ആ പരിശോധനയിൽ ഏറ്റവും പ്രതീക്ഷിക്കാവുന്ന മണിക്കൂറുകൾ എന്ന് തന്നെ പറഞ്ഞു വെക്കാം. കാരണം അടുത്ത 1 മണിക്കൂറിനുള്ളിൽ മണ്ണ് നീക്കിക്കൊണ്ട് നമുക്ക് കണ്ടെത്താൻ സാധിക്കും. അത് അർജുന്റെ ലോറി തന്നെയാണോ എന്നത് അടക്കമുള്ള വിവരങ്ങൾ ഈ ഒരു മണിക്കൂറിനുള്ളിൽ നമുക്ക് എന്തായാലും അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ സാധിക്കും. ഈ ഒരു മണിക്കൂർ ഏറ്റവും നിർണായകമായ ഘട്ടത്തിലൂടെ തന്നെയാണ് നമ്മൾ കടന്നു പോകുന്നത്. എന്തായാലും ഡീപ്പ് മെറ്റൽ ഡിറ്റക്ടർ, അതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ സ്ക്രീനിൽ കാണുന്നത്. ഇത് ഉപയോഗിച്ച് അത്യാധുനിക സംവിധാനമായ ഡീപ്പ് സെർച്ച് മെറ്റൽ ഡിറ്റക്ടർ ഉപയോഗിച്ച് നടത്തിയ പരിശോധനയിലാണ് ഇപ്പോൾ ഒരു ലോഹ സാന്നിധ്യം പ്രദേശത്ത് കണ്ടെത്തിയിരിക്കുന്നത്. മനാഫ് പറഞ്ഞത് പ്രകാരം ഇതേ പ്രദേശത്ത് തന്നെയാണ് ഇപ്പോൾ ലോഹ സാന്നിധ്യം കണ്ടെത്തിയ അതേ പ്രദേശത്ത് തന്നെയാണ് നേരത്തെ GPS സിഗ്നൽ അവസാനമായി ലഭിച്ചത്. ആ പ്രദേശത്ത് തന്നെ ഇപ്പോൾ ലോഹ സാന്നിധ്യവും കണ്ടെത്തുമ്പോൾ അത് നമുക്ക് വലിയ പ്രതീക്ഷ തന്നെയാണ് നൽകുന്നത്. വലിയ ശുഭപ്രതീക്ഷ, പ്രത്യാശയുടെ നിമിഷങ്ങളിലൂടെ തന്നെയാണ് നമ്മൾ കടന്നു പോകുന്നത്. എന്തായാലും മണ്ണിനടിയിൽ ലോറി ആയിരിക്കണമേ, അത് അർജുന്റെ ലോറി തന്നെ ആവണേ എന്ന ഒരു പ്രാർത്ഥനയിൽ തന്നെയാണ് കേരളവും കടന്നു പോകുന്നത്. സിജു കണ്ണനും അതോടൊപ്പം തന്നെ M സന്തോഷുമാണ് വിവരങ്ങൾ അവിടെ നിന്ന് നൽകിക്കൊണ്ടിരിക്കുന്നത്. സിജു, ഈ മണ്ണ് നീക്കിയുള്ള പരിശോധനയിലേക്ക് കടന്നിട്ടുണ്ടോ? എന്താണ് ആ ഒരു ഘട്ടത്തിലേക്ക് എത്തിയിട്ടുണ്ടോ? കിടക്കുകയാണ് എന്നാണ് അല്പസമയം മുമ്പ് ലോറി ഡ്രൈവർ മനാഫ് പറഞ്ഞത്. ഈ പരിശോധന നടക്കുമ്പോൾ അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നു. മിലിറ്ററി എഞ്ചിനീയറിംഗ് വിഭാഗത്തിന്റെ ഡീപ് സെർച്ച് മെറ്റൽ ഡിറ്റക്ടർ ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധനയാണ്. ഈ പരിശോധനയിലാണ് വളരെ പ്രധാനപ്പെട്ട സിഗ്നൽ ആദ്യം ലഭിച്ചത്. 8 മുതൽ 10 മീറ്റർ വരെ ആഴത്തിൽ ഒരു സിഗ്നൽ ലഭിക്കുന്നു എന്നാണ് ഇപ്പോൾ അവർ അറിയിച്ചിരിക്കുന്നത്. അവിടെ നിന്നും നമുക്ക് ലഭിക്കുന്ന വിവരം. ഏതായാലും ഇതിന്റെ അടിസ്ഥാനത്തിൽ ആ ഭാഗം പ്രത്യേകം മാർക്ക് ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ മണ്ണ് നീക്കാനുള്ള ശ്രമം നടത്തുന്നത്. ഈ സ്ഥലത്ത് കഴിഞ്ഞ ദിവസം GPS സിഗ്നൽ ലഭിച്ചു എന്ന് പറയുന്ന ഒരു ഭാഗം കൂടിയാണിതെന്നാണ് മനാഫ് പറയുന്നത്. വാഹന നിർമ്മാതാക്കളിൽ നിന്ന് GPS സിഗ്നൽ ലഭിച്ചു എന്ന് പറയുന്ന മലയുടെ അടിവാരത്തോട് ചേർന്ന് നിൽക്കുന്ന ഭാഗത്താണ് ഇപ്പോൾ ഒരു സിഗ്നൽ ലഭിച്ചിരിക്കുന്നത്. പൂർണ്ണമായും അത് വാഹനത്തിന്റെ ആണോ എന്നുൾപ്പെടെ പറയാൻ സാധിക്കില്ല. മറ്റേതെങ്കിലും വസ്തുക്കളാണെന്നോ പറയാൻ സാധിക്കില്ല. കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, അയൺ കണ്ടന്റ് ഉള്ള ഒരു പാറയാണ്. അതുകൊണ്ട് തന്നെ അത്തരം പാറകളാണോ എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വ്യക്തത വരണം. കൂടുതൽ തുടർ പരിശോധനകളിൽ മാത്രമേ അതുമായി ബന്ധപ്പെട്ട കൃത്യമായ വിവരം ലഭ്യമാകൂ. എന്തായാലും അവിടെ മണ്ണ് നീക്കം ചെയ്യാനുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അല്പനേരം മഴയായതുകൊണ്ട് വലിയ ബുദ്ധിമുട്ട് നേരിട്ടിരുന്നു. എന്തായാലും ആ ഭാഗത്തേക്കുള്ള മണ്ണ് നീക്കം ചെയ്യും. അതോടൊപ്പം തന്നെ മറ്റ് 2 പോയിന്റിൽ കൂടി സിഗ്നൽ ലഭിച്ചിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. പൂർണ്ണമായും ഇത് വാഹനത്തിന്റെ ആണെന്ന് ഉറപ്പുവരുത്താൻ കഴിയില്ലെങ്കിലും വളരെ പ്രതീക്ഷയോടെ നമുക്ക് കാണാൻ സാധിക്കും. ആ മണ്ണ് നീക്കം ചെയ്യുമ്പോൾ കൃത്യമായ ഒരു വ്യക്തത ഇതുമായി ബന്ധപ്പെട്ട് വരും. അർജുന്റെ വാഹനമാണോ അല്ല ട്രക്കാണോ എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത വരും. എന്തായാലും മണ്ണ് നീക്കുന്നതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളിലേക്കാണ് കടക്കുന്നത്. ഈ പ്രദേശത്ത് ഒരു സിഗ്നൽ ലഭിച്ചതായി നിലവിൽ ജില്ലാ ഭരണകൂടവും സ്ഥിരീകരിക്കുന്നുണ്ട്. ജില്ലാ ഭരണകൂടം പറയുന്നത് ഡീപ് സെർച്ച് മെറ്റൽ ഡിറ്റക്ടർ ഉപയോഗിച്ചുള്ള പരിശോധനയിൽ ഒരു പ്രധാനപ്പെട്ട സിഗ്നൽ ലഭിച്ചു എന്നാണ്. ഏതായാലും കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെയല്ല, 98% മണ്ണ് മാറ്റി എന്ന തരത്തിലായിരുന്നു കർണാടക സർക്കാരിന്റെ ഔദ്യോഗിക സ്ഥിരീകരണം എന്ന നിലയിൽ റവന്യൂ വകുപ്പ് മന്ത്രി കൃഷ്ണ ബൈരെ ഗൌഡ പറഞ്ഞത്. എന്നാൽ ആ സമയത്തും കേരളത്തിൽ നിന്നുള്ള രക്ഷാദൌത്യത്തിൽ പങ്കെടുക്കുന്ന തിരുവനന്തപുരം സ്വദേശിയായ രഞ്ജിത്തും അതോടൊപ്പം ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞത് മണ്ണിനിയും നീക്കാനുണ്ട്. ഈ പറയുന്നത്ര മണ്ണ് നീക്കിയിട്ടില്ല. റോഡിലേക്കുള്ള മണ്ണിന്റെ ഭാഗം മാത്രമാണ് നീക്കം ചെയ്തിരിക്കുന്നത്. അതിന്റെ വശത്ത് വാഹനങ്ങൾ പാർക്ക് ചെയ്തിരുന്ന ഒരു സ്ഥലമുണ്ട്. ഈ മലയോട് ചേർന്നുകൊണ്ട് ആ സ്ഥലത്ത് പരിശോധന നടത്തണം, മണ്ണ് മാറ്റണം എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് രാവിലെ 7:30 ആരംഭിച്ച പരിശോധനയിൽ ആ മണ്ണ് നീക്കം ചെയ്യാൻ തുടങ്ങിയത്. അതോടൊപ്പം തന്നെ കുറച്ചു മുമ്പ്
മിലിറ്ററി എഞ്ചിനീയറിംഗ് വിഭാഗത്തിന്റെ ഡീപ് സെർച്ച് മെറ്റൽ ഡിറ്റക്ടർ ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധന ആരംഭിച്ചു. ഈ പരിശോധനയിലാണ് സിഗ്നൽ ലഭിച്ചത്. കഴിഞ്ഞ ദിവസം സൂറത്കൽ NIT-യിൽ നിന്ന് കൊണ്ടുവന്ന മെറ്റൽ ഡിറ്റക്ടർ റഡാർ സംവിധാനം ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധനയിലും ചെറിയ സിഗ്നലുകൾ ലഭിച്ചിരുന്നു. വലിയ വ്യക്തത ഉണ്ടായിരുന്നില്ല. എങ്കിലും ഇപ്പോൾ കുറച്ചുകൂടി സാങ്കേതിക തികവോടുകൂടി പരിശോധന നടത്താൻ കഴിയുന്ന ഡീപ് സെർച്ച് മെറ്റൽ ഡിറ്റക്ടറാണ് എത്തിച്ചിരിക്കുന്നത്. 30 മീറ്റർ വരെ ആഴത്തിലുള്ള ലോഹവസ്തുക്കൾ ഉൾപ്പെടെ കണ്ടെത്താൻ കഴിയുമെന്നാണ് ഇതിന്റെ പ്രത്യേകത. ഏതായാലും അതുമായി ബന്ധപ്പെട്ട് മിലിറ്ററി എഞ്ചിനീയറിംഗ് വിഭാഗം ഇപ്പോഴും പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നു. വളരെ പ്രധാനപ്പെട്ട സിഗ്നൽ ലഭിച്ച ഭാഗത്ത് നിന്ന് മണ്ണ് നീക്കം ചെയ്യുന്നതിനുള്ള ശ്രമമാണ് ഇപ്പോൾ നടത്തുന്നത്.